നടിയെ ആക്രമിച്ച കേസിൽ ഉൾപ്പെട്ട ശേഷം പോലീസുകാരിൽ നിന്ന് ഉണ്ടായ അനുഭവം വെളിപ്പെടുത്തി നടൻ ദിലീപ്. തന്നെ ഒറ്റപ്പെടുത്താനായി ചില പോലീസുകാർ ചേർന്ന് തന്നെയും ഡോക്ടറെയും ബലികേടാക്കിയെന്ന് താരം ആലുവയിൽ ഡോക്ടർ CM ഹൈദരാലിയുടെ ആശുപത്രിയിൽ പരിപാടിയിൽ പങ്കെടുക്കവേ സംസാരിക്കവേ ആരോപിച്ചു. ആദ്യമായിട്ടാണ് കേസുമായി ബന്ധപ്പെട്ട് താൻ അനുഭവിച്ചതിനെക്കുറിച്ച് പൊതുവേദിയിൽ നടൻ സംസാരിക്കുന്നത്. വെറുതെ വായിൽ തോന്നുന്ന ഓരോ ആരോപണം ഉന്നയിച്ച് ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുക ആയിരുന്നില്ലെന്നും ദിലീപ് പറയുന്നു. തൻ്റെ വാക്കിലൂടെ തുറന്നു വായിക്കാം. ഒരു കാലഘട്ടത്തിലാണ് ഞാനും ഈ ഡോക്ടറും ഒരു ഫേസിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരുന്നത്. എൻ്റെ വിഷയങ്ങളിൽ എന്നെ ഒറ്റപ്പെടുത്താൻ, ഒരു ഐലൻഡ് പോലെ ആക്കാനും ഒരാളുടെയും പിന്തുണയോ സഹായമോ ഇല്ലാതിരിക്കാൻ വേണ്ടി കുറച്ച് പോലീസുകാർ ചേർന്ന് പല പരിപാടികൾ ഒപ്പിച്ച ശേഷം പാവം ഡോക്ടറെ പിടിച്ച് അതിൽ ബലികേടാക്കുകയും വളരെ മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിക്കുകയും ചെയ്തു. എനിക്ക് അതിൽ വലിയ സങ്കടമുണ്ടായിരുന്നു. കാരണം എൻ്റെ പേരിൽ പാവം ആ നല്ല മനുഷ്യൻ എത്ര ബലികേടാകുന്നു എന്നതിൽ. വെറുതെ വായിൽ തോന്നി ആ ഓരോ ആരോപണം ഉന്നയിക്കുക, ജനങ്ങളുടെ മുന്നിൽ തെറ്റിദ്ധരിപ്പിക്കുക, നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മുടെ കൈയും കാലും കെട്ടിയിട്ട് അടിക്കുന്ന എന്ന് പറയുന്ന അവസ്ഥയായിരുന്നു. കഴിഞ്ഞ 8, 9 കൊല്ലം കൊണ്ട് ഡോക്ടർ എന്നെ വിളിച്ച് ഇടയ്ക്കിടെ ചോദിക്കും, ദിലീപിൻ്റെ കേസ് എന്തായെന്ന്. ഞാൻ പറയും അത് അടുത്ത ആഴ്ചത്തേക്ക് മാറ്റിയെന്ന്. അപ്പോൾ ഡോക്ടർ പറയും, ദൈവമേ അപ്പോൾ എന്നെയും മാറ്റുമെന്ന്. ഡോക്ടർ ഓരോ തവണയും ചോദിക്കും എന്താ എപ്പോഴായെന്ന്. ഡോക്ടർ അത് അടുത്ത ആഴ്ചയ്ക്ക് മാറ്റുമായിരിക്കും എന്ന് പറയുമ്പോൾ പറയും എൻ്റേതും അങ്ങനെ തന്നെ ആയിരിക്കും, എന്താകുമോ ആവോ എന്ന്. ദിലീപിൻ്റെ കേസിൽ കോടതി പരിപാടികൾ പോലെ തന്നെയാണ് ഇപ്പോൾ എൻ്റെ കാര്യങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രശ്നം വന്നപ്പോൾ എനിക്ക് ഹാർട്ട് സർജറി ആശുപത്രിയായി എന്ന് പറഞ്ഞു. അങ്ങനെ എത്രയോ വർഷക്കാലം ഈ കോടതിയിൽ നിന്ന് ആ കോടതിയിൽ പോയി, മേൽക്കോടതിയിൽ പോയി, പിന്നെ വീണ്ടും കീഴ്ക്കോടതിയിൽ പോയി. സൈഡിലൂടെ നമ്മുടെ കേസും പോയിക്കൊണ്ടേയിരുന്നു. അവസാനം സത്യം ജയിച്ചുവെന്ന് പറയുന്നത് പോലെ ഡോക്ടർക്ക് അദ്ദേഹത്തിൻ്റെ ആശുപത്രി തിരിച്ചു കിട്ടി. അദ്ദേഹത്തിൻ്റെ പേരിൽ 2009 ഒരു ട്രസ്റ്റ് തുടങ്ങാനുള്ള കാരണം ഡോക്ടർ ഹൈദരാലി പ്രവർത്തനശൈലിയാണ്. ട്രസ്റ്റിൻ്റെ പേരിൽ 1000 വീട് പദ്ധതിയുടെ ഭാഗമായി ഏകദേശം 11 വീട് വെച്ച് കൊടുത്തിരുന്നു. ആ സമയത്താണ് എൻ്റെ പ്രശ്നങ്ങൾ വന്നത്. ആർക്കെങ്കിലും ഒരു സഹായം ചെയ്താൽ ഉടനെ അത് മറ്റൊരാൾക്ക് കാശ് കൊടുത്താനാണെന്ന്, ഇയാൾക്ക് കാശ് കൊടുത്താണ് എന്നാണ് പോലീസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതോടെ ആ ട്രസ്റ്റ് ഫീസ് ചെയ്തിരുന്നുവെന്നും ദിലീപ് പറയുന്നു.